തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് യഥാസമയം ലഭ്യമാകുന്നില്ല. ശുചീകരണ തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി മാലിന്യം നിറഞ്ഞ തോടുകളിലെ ശുചീകരണ തൊഴിലാളികളാണ് കടുത്ത പ്രതിസന്ധിയിലായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് യഥാസമയം ലഭ്യമാക്കാത്തതാണ് ശുചീകരണ തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നത്. മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായുള്ള ശുചീകരണ തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായത്. തഴവ, തൊടിയൂർ പഞ്ചായത്തുകളിലൂടെ ഒഴുകി നഗരസഭയിലൂടെ കടന്ന് കഞ്ഞെട്ടിക്കായലിൽ പതിക്കുന്ന പാറ്റൊളിത്തോടാണ് ശുചീകരിക്കുന്നത്. തോട്ടിൽ നിന്നും നീക്കം ചെയ്യുന്ന മാലിന്യം തോട്ടുവക്കിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. ഇതോടെ നാട്ടുകാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നഗരസഭ യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി ചിലയിടങ്ങളിൽ മാലിന്യം നീക്കം ചെയ്യുന്നുണ്ട്. പായലും അറവു മാലിന്യവും കുപ്പിച്ചില്ലുകളും നിറഞ്ഞ തോടാണ് ശുചീകരണ തൊഴിലാളികൾ ശുചീകരിക്കുന്നത്. എന്നാൽ കൃത്യസമയത്ത് വേതനം ലഭ്യമാകാത്തത് ഇവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മെയ് മാസം ആദ്യ ആഴ്ചയിൽ നമുക്ക് ജോലി ചെയ്യാം. അവർ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി മീറ്റിംഗ് കഴിഞ്ഞതാണ്. മീറ്റിംഗ് കഴിഞ്ഞ് ബ്ലോക്കിൽ ചെന്ന് പേപ്പർ അടിച്ച് തരാൻ സമയം ഇല്ല, അത് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് ചുരുക്കി കിട്ടുന്ന 7ാമത്തെ ദിവസമാണ് ജോലി തുടങ്ങിയത്. അപ്പോൾ ഈ വെള്ളക്കൂടുതലുകൊണ്ട് ഈ സ്ത്രീകൾക്ക് ഇറങ്ങി പണി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നവീകരണത്തിനാണ് പേപ്പർ തന്നിരിക്കുന്നത്. ആ നവീകരണത്തിന് നമ്മൾ ചെയ്തു കൊടുത്തെങ്കിലേ പൈസ കിട്ടത്തുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഈ തൊഴിലാളി ഞാൻ ഉൾപ്പെടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്താൽ ഒരു പൈസ തരത്തില്ല. മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് അവരെ ഭാഗം മാത്രം അവർ ചെയ്ത് അവിടെ കോരി വെച്ച വേസ്റ്റ് അവർ കോരിക്കൊണ്ട് പോയി വണ്ടിക്ക്. അപ്പം നമ്മുടെ ഭാഗത്ത് ചെയ്ത ഈ വേസ്റ്റുകളെല്ലാം കോരി റോഡിൽ സൈഡിൽ വെച്ചിരിക്കുക. ഈ നാട്ടുകാരെ നമ്മളോട് പറയുന്നത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണം, ഞങ്ങളവിടെ കൊണ്ടുപോകാനാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെന്ന് ഞങ്ങൾ ഈ വേസ്റ്റ് കോരി കരയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് എവിടെയാണ് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.